ഗാർഹിക പാചകവാതക വില വർധനവിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. രാജ്യത്തെ തൊഴിൽ നഷ്ടവും വിലക്കയറ്റവും വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ടെന്നും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ LDF സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ പ്രധാന ചർച്ചാ വിഷയമാകുമെന്നും കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. LDF തിരഞ്ഞെടുപ്പിന് സജ്ജമാണെന്നും സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരവും വികസനവും തന്നെയായിരിക്കും ഒന്നാമത്തെ കാര്യം. വികസനം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും വരുമാനവും ജോലിയും കിട്ടുന്നതാണ്. ആ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വികസനം ഉണ്ടാവുള്ളൂ, ക്രമസമാധാനം ഉണ്ടാവുള്ളൂ. പക്ഷെ വിലക്കയറ്റം പോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കുറച്ചുകൂടി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് അഭിപ്രായം. കാരണം ചെറിയ വില വർധനത്തിന്റെ പ്രവണതയും തൊഴിൽ നഷ്ടത്തിന്റെ പ്രവണതയും വരുന്നുണ്ട്. വിലക്കയറ്റം ഉണ്ടാവുകയും പെട്രോളിയത്തിന്റെ വില കൂടുകയും ഒക്കെ ചെയ്യുന്ന ആശങ്ക നിലനിൽക്കുകയാണ്. കൊച്ചിയിൽ ഇപ്പോൾ ഒരു കപ്പൽ എടുത്തിരിക്കുന്നു. വലിയ ആശങ്കയാണ്. അമേരിക്ക എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. ലോകത്താകെ ഉണ്ടാകുന്ന സംഘർഷമുണ്ട്. ഗൾഫിൽ നിൽക്കുന്ന ആളുകളുടെ പ്രശ്നമുണ്ട്. റഷ്യയോട് ഒരു 30 ദിവസം കൂടി പെട്രോളിയം മേടിച്ചോട്ടെ എന്ന് പ്രത്യേക അനുവാദം മേടിക്കണം. എന്നിട്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ അനുവാദത്തോടു കൂടിയാണ് ഇന്ത്യ അത് മേടിക്കാൻ പോകുന്നതെന്നുള്ള ദുഃഖകരമായ അവസ്ഥയുണ്ട്. അങ്ങനല്ലല്ലോ പോണ്ടേ. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി കൊടുക്കുകയാണ് ഒരു അനുവാദം. അപ്പൊ ആ ഒരു സ്ഥിതി നമ്മുടെ നാടിനെ ഒക്കെ ബാധിക്കും. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങളിൽ പ്രായോഗികമായ സമീപനം സ്വീകരിക്കണം. വിലക്കയറ്റം ഒഴിവാക്കാൻ എന്നുള്ളതാണ് പറയാനുള്ളത്.